പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും യുവാക്കളിൽ ഇന്ത്യാവിരുദ്ധ വികാരം കുത്തിവെച്ച് തലമുറകളെ വിഷലിപ്തമാക്കിയ ഭീകരൻ ലഷ്കർ-ഇ തൊയ്ബ എന്ന ഭീകര സംഘടനയുണ്ടാക്കി മനുഷ്യകുലത്തിന് തന്നെ അപമാനമായി മാറി ഹാഫിസ് സയ്യിദ്. 80കളുടെ തുടക്കത്തിൽ ജമാ-ഉദ്-ദാവ എന്ന തീവ്ര മതസംഘടനയിലൂടെയാണ് ഹാഫിസ് സയ്യിദ് പാകിസ്ഥാനിലെ ഭീകരതയ്ക്ക് വളമിട്ടു തുടങ്ങിയത്. ജിഹാദിന് ആഹ്വാനം ചെയ്ത് സയ്യിദ് കശ്മീരിനെ ലക്ഷ്യം വെച്ചുള്ള ഗൂഢനീക്കങ്ങളിലേക്ക് കടന്നു. 91 മുതൽ കശ്മീരിനെ ചോരക്കളമാക്കാൻ നിരന്തര ശ്രമം. പല പേരുകളിലുള്ള സംഘടനകൾ ഉണ്ടാക്കി കശ്മീരിനെ കലുഷിതമാക്കി. 2001 പാർലമെന്റ് ആക്രമണം സൂത്രധാരൻ ഹാഫിസ് സയ്യിദ് എന്ന് ഇന്ത്യ കൃത്യമായി കണ്ടെത്തി. അപ്പോൾ പാകിസ്ഥാന്റെ അറസ്റ്റ് നാടകം. പാക് സൈന്യത്തിന്റെ തണലിലിരുന്ന അയാൾ ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടേയിരുന്നു. തടവിലെന്ന് പറഞ്ഞ ഭീകരൻ 2008 മുംബൈ ഭീകരാക്രമണത്തിനും സൂത്രധാരനായി. അസറിനെ ചൂണ്ടി ഇന്ത്യ പലപ്പോഴും പാകിസ്ഥാനോട് നീതി നടപ്പാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അവർ ആ ഭീകരനെ ഊട്ടി വളർത്തി. ഭീകരതയ്ക്ക് പണം നൽകിയതിന് 11 വർഷത്തെ വീട്ടുതടങ്കലിലാക്കിയെന്ന് വരുത്തി ലോകത്തെ കബളിപ്പിക്കാനും ശ്രമിച്ചു പാകിസ്ഥാൻ. ഇന്ത്യ മാത്രമല്ല, ലോകവും അത് ഇന്ന് തിരിച്ചറിയുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഹാഫിസ് സയ്യിദ്, നീ ചെയ്യുന്ന പാപങ്ങൾക്കുള്ള ശിക്ഷ നിന്നെ തേടിയെത്തും. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.